ഉയർന്നു പൊങ്ങി 2 മിനിറ്റ് മാത്രം, ചാമ്പലായത് 180 പേരാണ്. അങ്ങനെ പ്രവാസ ലോകം ഞെട്ടിലൂടെ കേട്ടുണർന്ന ഒരു വാർത്തയുടെ വിശദീകരണത്തിലേക്ക്. ഇറാനിൽ തകർന്നു വീണ ഉക്രൈൻ വിമാനത്തിലെ 180 യാത്രക്കാരും മരിച്ചെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇറാനിൽ നിന്ന് ഉക്രൈനിലേക്ക് പറക്കവെയാണ് വിമാനം ഇറാൻ തലസ്ഥാനമായ തെഹ്റാന് സമീപം ഇന്ന് രാവിലെ തകർന്നു വീണതെന്നാണ് റിപ്പോർട്ട്. വിമാനത്താവളത്തിന് സമീപത്ത് തന്നെയായിരുന്നു ദുരന്തമുണ്ടായതെന്ന് സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് മേഖലകളിൽ ആശങ്കയും ഭീതിയും കനപ്പെട്ടു നിൽക്കുന്നതിനിടെയാണ് ഉക്രൈൻ യാത്രാ വിമാനം ഇറാനിൽ തകർന്നു വീണെന്ന ദുരന്ത വാർത്തയും പുറത്തു വരുന്നത് തന്നെ. എന്നാൽ ആ ചിത്രങ്ങൾ ഏറെ ഭയപ്പെടുത്തുന്നതാണ്. 180 പേരുമായി ഉക്രൈനിൽ ഇന്റർനാഷണൽ എയർലൈൻസ് വിമാനം PS752 ഞായറാഴ്ച രാത്രിയാണ് തെഹ്റാനിൽ തകർന്നു വീണത്. കിയേവിലേക്ക് പോകുന്ന വിമാനത്തിലുണ്ടായിരുന്ന 171 യാത്രക്കാരും 9 ജീവനക്കാരും മരിച്ചുവെന്ന് ഇറാൻ സ്റ്റേറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബോയിങ് 737-800 എന്ന വിമാനം ഇറാനിയൻ തലസ്ഥാനത്ത് 60 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് പരണ്ടിന് സമീപത്തെ കൃഷിയിടത്തിലാണ് തകർന്നു വീണത്. വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് ഇമാം ഖൊമേനി അന്താരാഷ്ട്ര വിമാനത്താവളം ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. 2.4 കിലോമീറ്റർ ഉയരത്തിൽ പറന്നുയർന്ന വിമാനം 3 മിനിറ്റിനകം പ്രത്യക്ഷമാവുകയായിരുന്നു. ഉക്രൈനിയൻ വിമാനം ആകാശത്ത് ഒരു കൃഷിയിടത്തിലേക്ക് വീണപ്പോഴേക്കും തീപിടിച്ചെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഒമാനിലെ മിഡിൽ ഈസ്റ്റേൺ അവധിക്കാലം ആഘോഷിക്കാനെത്തിയ ഉക്രൈനിയൻ പ്രസിഡന്റ് വോലോഡൈമർ സെലൻസ്കി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. റവല്യൂഷണറി ഗാർഡ് ജനറൽ ഖാസിം സോളിമാനിയുടെ കൊലപാതകത്തിന് പ്രതികാരമായി ഇറാഖിലെ അമേരിക്കൻ സേനയിൽ 2 താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഉക്രൈൻ വിമാനം തകർന്നു വീണത് തന്നെ. ഇതിനിടെ ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 80 സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇറാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികളും 80 സൈനികർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്തു. 15 മിസൈലുകൾ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പ്രയോഗിച്ചെന്നാണ് ഇറാൻ പ്രസ് TV വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലൊന്നു പോലും അമേരിക്കയ്ക്ക് തടുക്കാനാവില്ലെന്നും ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇറാന്റെ ആക്രമണത്തിൽ മരിച്ചില്ലെന്നാണ് അമേരിക്കയുടെ മറുപടി. ആക്രമണ സമയത്ത് സൈനികർ ബങ്കറുകളിൽ ആയിരുന്നുവെന്നും അമേരിക്ക വാദിക്കുന്നു. ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളായ അൽ അസദ്, എർബിൽ സൈനിക താവളങ്ങളാണ് ഇറാൻ ഇന്ന് പുലർച്ചെ ആക്രമിച്ചത്. അമേരിക്കൻ സമയം ചൊവ്വാഴ്ച വൈകിട്ട് പെന്റഗൺ വക്താവ് അൽ അസദിലെ അമേരിക്കൻ സൈന്യം തങ്ങുന്ന അൽ അസദ് എയർബേസും അമേരിക്കൻ സൈനികരും സഖ്യരാജ്യങ്ങളും സൈനികർ തങ്ങുന്ന ഇർബിലെ സൈനിക താവളവും ലക്ഷ്യമിട്ട് 1 ഡസനോളം മിസൈലുകൾ വർഷിച്ചു. ആക്രമണത്തിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്നും ഹോഫ്മാൻ അറിയിച്ചു. ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ഖാസിം സൊലൈമാനിയെ കൊലപ്പെടുത്തിയതിന് മറുപടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ദേശീയ ചാനലിലൂടെ ഇറാൻ പ്രഖ്യാപിച്ചു. ആക്രമണത്തിന് പിന്നാലെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചു കയറുകയാണ്. ഓയിൽ വില ഇതിനോടകം 3.5% വർദ്ധിച്ചതായാണ് വിവരം. കഴിഞ്ഞ ദിവസം അമേരിക്കൻ സൈന്യത്തെ ഭീകര സംഘടനയായി ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇറാനെ ലക്ഷ്യം വയ്ക്കുന്ന ഏത് കേന്ദ്രങ്ങളും തങ്ങൾ നശിപ്പിക്കുമെന്നും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ഇടം നൽകിയ രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയുടെ മൃതദേഹം ഇന്നലെ വൈകിട്ടോടെ സംസ്കരിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.